ഇപ്പൊ ഈ വർഷത്തെ ഓണത്തിന് എന്ന് വെച്ചാൽ എന്നെ ഇത്രയും നാളെ നമുക്ക് തടിയുള്ളതുകൊണ്ട് എല്ലാവരും നമ്മളെ മാവേലിയൊക്കെ നോക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതുവരെ മാവേലി വേഷം കെട്ടിയിട്ടില്ല. ഞാൻ ആദ്യമായി ഇത്തവണ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ആഡിന് വേണ്ടിയിട്ട് നമ്മുടെ മൃദുൽ നായർ ഡയറക്ട് ചെയ്യുന്ന മൈത്രിയുടെ ആഡിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് മാവേലി വേഷം കെട്ടുന്നത്. അപ്പൊ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്റ്റാർ സിംഗറിലെയും മാവേലിയായി. അപ്പൊ രണ്ട് മാവേലിയായി എന്നുള്ളതാണ് ഈ വർഷത്തെ ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാവേലി വേഷം കൊള്ളാം, രസമുണ്ട്. ഇട്ടിരിക്കാനുള്ള ആകെയുള്ള പ്രശ്നം കിരീടം ഇങ്ങനെ ഇരിക്കുമ്പോൾ തല തട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, മാവേലി എന്ന സമയത്തെ ഇപ്പൊ മാവേലി എന്ന് പറയുമ്പോ നമ്മൾ ആ ഗെറ്റപ്പിലൊക്കെ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ചൊരു രാജാവാന്ന് തോന്നിയിരുന്നു. ഞാൻ നേരത്തെ തന്നെ സ്വയം ചിന്തിക്കണം അങ്ങനെയാ. എങ്ങനെ രാജാവ്? നമ്മുടെ രാജ്യത്ത് നമ്മളാണല്ലോ രാജാവ്. അപ്പൊ അങ്ങനെ തോന്നിയൊന്നുമില്ല. അല്ലല്ല, പറഞ്ഞ മറ്റേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം യഷിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. യഷ് മറ്റേ ചോദിച്ചു രാവണനായിട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആ കിരീടം വെച്ച് കഴിയുമ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ രാവണൻ, ആ കിരീടം നല്ല ഹെവി കിരീടമാണ്, അത് വെച്ച് കഴിയുമ്പോഴാണ് ഞാൻ രാവണൻ. ഞാനപ്പോ വിചാരിച്ചു എനിക്ക് ഈ കിരീടം വെച്ച് കഴിയുമ്പോ മാവേലിയുടെ ഫീല് വരുമായിരിക്കുന്നു. ആ കിരീടം വെച്ചിട്ടേ എഴുന്നേക്കുമ്പോ തൊട്ടും ഇരിക്കുമ്പോ തൊട്ടും അത് അവസാനം ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൈറ്റ് ഇത്രയാണല്ലോ, ഇത് വെച്ച് കഴിയുമ്പോ ഒരു ഇത്രയും കൂടി കൂടിയില്ലേ, അത് ഓരോരുത്തും തട്ടുക, അത് തട്ടിയിട്ട് വന്ന് വീഴുക, അങ്ങനെയാണ്. അപ്പൊ എനിക്ക് യശിനെങ്ങനെയായിരിക്കും, ചുറ്റും ആളുള്ളതുകൊണ്ടായിരിക്കും.